കാറിൽ കാറ്റ് കൊണ്ടിട്ട് മുടിയൊക്കെ ചപ്ര കുറേ നയിച്ചിട്ടുണ്ട്. ഞാനിക്ക് ഇവിടെ ഡ്രസ്സ് എടുക്കാൻ കൊണ്ടാണ് ഇക്കാൻ കഴിച്ചേട്ടാ. പാലക്കാട് സ്റ്റുഡിയോയിൽ ഡ്രസ്സ് എടുക്കാറുണ്ട്. അർഷാദ് അപ്പുറത്തുണ്ട്, അച്ചു അപ്പുറത്തുണ്ട്. എവിടെയൊക്കെ ഇക്കാക്ക് പാൻറ് ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വന്നത്. പിന്നെ നമ്മുടെ അച്ഛന് ബർത്ത്ഡേ ആണ് 27-ാം തീയതി ഇൻഷാ അല്ലാ. അപ്പോൾ അവനക്കുള്ള ഡ്രസ്സും കൂടെ എടുക്കാവുന്നതാണ്. ഇക്കാക്ക് എടുക്കാവുന്ന അച്ഛനും അർഷാനും 3 ആൾക്കും എടുക്കും. അങ്ങനെയാണല്ലോ. നമ്മളിങ്ങനെ ഇത് ഫുള്ള് ഇവർക്കുള്ള ഡ്രസ്സാണ്. എനിക്കുള്ള ഡ്രസ്സ് താഴെയുണ്ട്. അത് ഞാൻ പോകുമ്പോൾ അവിടെ നിൽക്കും. അങ്ങനെ എനിക്ക് മാത്രം എടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ കച്ചിരിക്കലൊക്കെ ഈ 3 ആണുങ്ങൾക്ക് എടുക്കുമ്പോൾ ഒരു പെണ്ണല്ലേ ഉള്ളൂ. പാവം ഇല്ലിക്ക. അപ്പൊ എനിക്ക് 2 ജോലിയാണ് കേട്ടാ. ഇക്കുണ്ടല്ലോ താഴേക്ക് ഞാൻ ഡ്രസ്സ് എടുക്കുക താഴെ പോട്ടെ എന്ന് പറഞ്ഞാൽ നീ ഇല്ലാതെ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ പിടിച്ച് നിർത്തിക്കണം. എന്നിട്ട് ഇവിടെ തിരിച്ചു കൊണ്ടിരിക്കണം. ഇനി എനിക്കിടക്ക് താഴെ പോകണ്ടേ, ഞാൻ ഇല്ലാണ്ട് ഇവിടെ കാര്യങ്ങൾ നടക്കില്ല. ഞാൻ പറഞ്ഞാലും ഡ്രസ്സ് എടുക്കുള്ളൂ, എനിക്ക് ഇഷ്ടമുള്ളത് എടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. ഇനിയിപ്പോൾ ഞാൻ എപ്പോൾ താഴെ പോയി എപ്പോൾ എടുക്കാനാന്ന് പറഞ്ഞാൽ എടുക്കും. ഇതൊരാള് കേട്ടാ, അച്ചു ഡ്രസ്സ് എടുത്ത് ഇതൊക്കെ എടുത്താ എന്താ ഇതൊക്കെയാണ് അച്ചു എടുത്തത്. കുറെ എടുത്തിട്ടുണ്ട് കേട്ടോ അച്ചു. അർഷാദ് പിന്നെ ഇത് കുറച്ച് ഉണ്ട്. അർഷാദ് ഡ്രസ്സ് ഇട്ട് നോക്കാൻ പോയിരിക്കും, അവിടെ വരും. അല്ല നിങ്ങൾ ചെക്കന്മാരൊക്കെ എടുത്തു, ഒരു പെണ്ണുണ്ട്. എനിക്ക് ഡ്രസ്സ് എടുക്കാൻ താല്പര്യമില്ല, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ വാപ്പ സമ്മതിക്കൊന്നുമില്ല. ഇത് നന്നായിട്ട് അത് കറക്റ്റാണോ? സജ്ജ് അത് ഇവര് കയറി വരുമ്പോ ഒരു സജ്ജ് തരുവേ, അതിനിടാൻ പറയണേ. ചാക്ക് പോലെ തന്നെ ഇല്ല കേട്ടോ, ചാക്കിലിട മതിയാ. നോക്ക് ചപ്പ് ചോറ് വാരി ഇട്ട് വാരി ഇടുന്നത്. ഇതൊക്കെ പൈസ കൊടുത്ത് ഒഴുകിയതല്ലേ അല്ലേ? നമ്മുടെ അർഷാദ്. ഹായ് അർഷാദ്. ഇവനില്ലേ ബ്ലാക്ക് ഡ്രസ്സ് നിറഞ്ഞിക്കുവാനി നേർന്നിക്ക്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അടിപൊളി ചന്തക്കാരനാ. ഇവരെപ്പോ നോക്കിയാൽ ഈ ബ്ലാക്ക് കളർ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടം. എന്നെ പോലെയാ, എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ അവന്റെ ഡ്രസ്സുകൾ നോക്കി ഫുള്ള് ബ്ലാക്കാണ്. എനിക്കോടാ എന്ത് കളറാ ഇഷ്ടം? ബ്ലാക്ക്. ഞങ്ങൾ ബ്ലാക്ക് ഫാമിലിയാണ്. ഇക്കൊക്കെ ഏത് കളർ ഇഷ്ടം? ബ്ലാക്ക് തന്നെ, എല്ലാരും ബ്ലാക്കാ. സൂപ്പറായിട്ടുണ്ട്. ആൾക്ക് നിൽക്കുക എന്തൊരു ശമ്പളാണ്. ഞാനിത് എടുത്ത് കൂട്ടിയിട്ടുണ്ട് വീട്ടിൽ ബില്ലിടണം. ഞാൻ താഴെ പോയി തിരിച്ചു വന്നു. വാ നമുക്ക് നിങ്ങൾ മാത്രം ചെക്ക് വന്നോളൂ. നിങ്ങളില്ലാണ്ട് ഞാൻ അവിടെ പോയിട്ട് എന്തെടുക്കാൻ? അതാണ് 3 ആൺകുട്ടികൾക്ക് ഒരു പെൺകുട്ടി കിടന്ന് പോയിട്ട് പാട്. എല്ലാവരില്ലാണ്ട് ഞാൻ എടുക്കില്ല. അത് വേറെ താഴെ പോയി. പക്ഷെ നിങ്ങളില്ലാണ്ട് പോയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഈ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി ഷോപ്പ് ക്ലോസ് ചെയ്ത സമയം 9 മണിക്ക് ക്ലോസ് ചെയ്തു. ഇതാണ് സ്റ്റുഡിയോ. ഞാൻ അതല്ലേ പറഞ്ഞു. ഈ കേട്ടത് കുറിച്ച് പറഞ്ഞു. ഞാൻ ഇവിടെ ഒന്ന് കുറേ തിരഞ്ഞിട്ടാ, നിങ്ങളില്ലാത്തതുകൊണ്ട് സെലക്ട് ചെയ്യാനില്ലേ, അതുകൊണ്ട് ഞാൻ നൽകി. ഇനി വന്നു കെതിച്ച് സ്വത്തുടാ കയറിയിട്ട് ഞാനിനി എനിക്ക് എടുക്കാൻ വേണ്ടി പോവാണ്. ചിലപ്പോഴേ എടുക്കുള്ളൂ, എന്ന് വെച്ചാൽ അധികം സെലക്ഷനൊന്നുമില്ല. ഉണ്ടാവും. ഇതാണ് ഇപ്പം ഞാൻ ദാദാ പറഞ്ഞു. എൻ്റെ സൈസ് നോക്കുക, നോക്ക്. ആണോ? ഇവിടെ ഷോപ്പ് ക്ലോസ് ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആരുമില്ല, ഞങ്ങൾ ഫാമിലി മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ സ്റ്റാഫ് 2-3 ആളുടെ അവിടെയൊക്കെ ബില്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകും. അവിടെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും പോകും. 9 മണി വരെ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഇനി വീട്ടിൽ പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വീട്ടിലല്ലല്ലോ, ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കും. എന്നിട്ട് നമ്മൾ പോലെ ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സ്റ്റുഡിയോ എന്ന് പറയുന്നത് അവിടെ എന്താ അപ്പുറത്താണോ? ഓ
ഇനി അങ്ങോട്ട് പോയാണോ? അങ്ങനെ നമ്മുടെ ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ള അവിടെ വാപ്പയും അതിനെ കത്തി അടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച ഇപ്പം കാഴ്ച വേറൊരാൾ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെപ്പോൾ ഹോട്ടലിൽ വന്നാലും എൻ്റെ അടുത്ത് തന്നെ ഇരിക്കണം. എൻ്റെ അടുത്ത് ഇരുന്നാലേ പറ്റുള്ളൂ. അപ്പം എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നു. വാപ്പയും അതിന് കത്തി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര ചർച്ചയിലാണ്. ഞാൻ വന്നതും ഒരു കാപ്പി മേടിച്ച് കഴിച്ചായിരുന്നു. ഈ ഹോട്ടലിൻ്റെ പേര് നൂർജഹാൻ എന്നാണ്. എൻ്റെ ഉമ്മാൻ്റെ പേരാണ് നൂർജഹാൻ. ചിരിക്കുകയാണ്. അതെ, എൻ്റെ ഉമ്മാൻ്റെ പേര് നൂർജഹാൻ എന്നാണ്. ഈ ഹോട്ടലിൻ്റെ പേര് നൂർജഹാനാണ്. അപ്പം ഉമ്മ എന്തായാലും ഈ വീഡിയോ കാണാം. ഉമ്മാൻ്റെ പേരാണ് കേട്ടോ ഉമ്മ. ഈ ഹോട്ടൽ ഉമ്മക്കൊക്കെ അറിയാം. എന്നാലും ഒന്ന് പറയാം. അതെ, പാലക്കാട് നൂർജഹാൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഫേമസ് ആണ്. രണ്ടെണ്ണം ഇല്ലേ ഇവിടെ? ഇവിടെ 3 എണ്ണം. 3 ഇതുണ്ട് ഇവിടെ. ഞങ്ങൾ 3 അവിടെ പോയി കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ വരുന്നത് ഇവിടെയാണ്. ഇക്ക ഇത് എവിടെ വരുന്നത്? കോട്ടമൈതാനത്തിൻ്റെ അടുത്ത്. നമ്മൾ കഴിക്കാനായിട്ട് ഓർഡർ ബട്ടർ ചപ്പാത്തി. എനിക്കൊക്കെ ചപ്പാത്തി, പിള്ളേർക്ക് പൊറോട്ട, ചില്ലി ചിക്കൻ. പിന്നെ എന്താ ഉണ്ടാക്കി ഇന്ന് വരാൻ ഇരിക്കുന്നത്? അൽഫാം വരുന്നുണ്ട്. അർഷാദ് റോസ്റ്റഡ് വേണമെന്നുണ്ട്. റോസ്റ്റഡ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറച്ച് അമിതമായിട്ടൊന്നും കഴിക്കില്ല കേട്ടോ. എല്ലാം കുറച്ച് ആവശ്യം. അപ്പം ഞാൻ ചപ്പാത്തി കഴിക്കും. മിതമായിട്ടില്ലേക്ക് കുറച്ച് അടിപൊളി ചീസൊക്കെ ഇട്ട് ഡെക്കറേഷൻ ചെയ്ത് അടിപൊളി. എടുത്തു മോനെ കിടക്ക്. കറിയാണ് കേട്ടാ. ദോശ കഴിക്കണം. കുറച്ച് ടേസ്റ്റ് നമ്മുടെ വീട്ടിലത്തെ ഭക്ഷണം വീട്ടിൽ തന്നെയാണ്. ഇത് എന്ത് ഞങ്ങൾ കഴിക്കാൻ നടക്കാന്ന് പറയണ്ട. ആവശ്യങ്ങൾക്ക് പുറത്ത് വരുമ്പോൾ ഇങ്ങനെ ഫുഡ് കഴിക്കും. ബാക്കിയൊക്കെ വീട്ടിൽ തന്നെയാണ്. ഏതാ കറിയാണ് ഈ കിടന്ന് താങ്ക് യു. ഇവിടെ ഹോട്ടലിൽ വന്നിട്ട് നമ്മൾ വെറൈറ്റി ആയിട്ട് കഴിക്കാന്ന് പറഞ്ഞിട്ട് എപ്പോഴും നോക്കും. അവസാനം എത്തുന്ന പൊറോട്ടയും ചില്ലി ചിക്കൻ, ബട്ടർ ചില്ലി, ബട്ടർ ചിക്കൻ, അതിനൊക്കെ തന്നെ വരുള്ളൂ. അത് കഴിക്കും. ഞാൻ കഴിക്കണം. ഏതൊക്കെ വേണ്ട? ചൂടുണ്ട് അങ്ങോട്ടാക്കുക. 2 ചായ മധുരം കുറച്ച്. ആ ചൂടുണ്ട്. നല്ല ചൂട്. ഏതാ ചൂട്? ഹർഷന് ബ്രോസ്റ്റഡ് വന്നു. ഹർഷത് കഴിച്ചുകൊണ്ടിരിക്കുക. എന്തുനാ എൻ്റെ ഉള്ളിൽ കഴിക്കുന്ന വീഡിയോ ഇഷ്ടമല്ല. ഏകദേശം എൻ്റെ പ്ലേറ്റിൽ കാര്യം പറയും. ഇക്കൻ്റെ കാര്യം പറയും. നെക്സ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കണം. ഹർഷാദ് കഴിച്ചുകൊണ്ടിരിക്കണം. ഇതിപ്പോൾ 2 ചായ ഉണ്ട്. ഞാൻ വന്നത് കാപ്പി കുടിച്ചായിരുന്നു. ഇതിനും കളർ ചേർക്കും. ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോവാണ്. ദേ അച്ചു, ദേ നൗഷാദ്, ദേ അർഷാദ്. ഇതാണ് നമ്മുടെ നൂർജഹാൻ ഫുഡ്. കണ്ടോ? ഞങ്ങളിങ്ങനെ വീട്ടിൽ പോകും. നമ്മുടെ കുട്ടൂരിനുള്ള ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായി.
നീരിട്ടായി, ഇനി അധികം വെളിച്ചുണ്ടാവില്ല ഇവിടെ. കാറ് പാർക്ക് ചെയ്തേക്കുന്നത് അങ്ങോട്ട് പോകണം കേട്ടോ. അപ്പം ഇങ്ങനെ നടന്ന് ഞാൻ അവിടെ നിൽക്കാൻ വണ്ടി എടുത്തിട്ടോ. ഹൈക്ക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഒരു ബൈ പറഞ്ഞ ഹർഷ. ബൈ. ഇക്കൊരു ബൈ പറഞ്ഞു. ഓക്കെ, എൻ്റെ വകയായി ബൈ കേട്ടോ.